ചാരുട്ടാ നമ്മളിന്ന് എവിടെ പോന്നേ? കുർഫുഖാൻ. കുർഫുഖാൻ എന്ന് പറയുന്നത് ദുബായ് പറയുന്നത് UAE-യിലെ ഷാർജ എമിറേറ്റിലെ ഒരു ഭാഗമാണ് കുർഫുഖാൻ. അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇപ്പം ചൂടായി. നമ്മൾ വേറെ ആവശ്യത്തിന് പോണതാണ്. നമ്മൾ സ്ഥലം കാണാൻ പോകുന്നതല്ല, എന്നാലും നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചല്ലേ. അച്ഛൻ വെള്ളച്ചാട്ടം കാണിച്ചു തരും അല്ലേ? അച്ഛൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കുവോ? അമ്മയ്ക്ക് കാണാൻ കൂടിയാവണോ? കാണിച്ചു കൊടുക്കുമല്ലോ. ഞാൻ കണ്ണടച്ച് കാണിച്ചു കൊടുക്കാം. വെണ്ടിച്ചേട്ട അമ്മയ്ക്ക് വേണ്ടി സർപ്രൈസാ. ഞാൻ കാണിച്ചിരുന്നു അമ്മ. ഇവിടുന്ന് കറക്റ്റ് 1.5 മണിക്കൂറുണ്ട് നമ്മള് സ്ഥലത്തുനിന്ന്. 120 കിലോമീറ്റർ അവിടെ നിന്ന് പോകാനുണ്ട്. 135 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബോർഡർ അല്ല, ഷാർജയുടെ ഒരു ഭാഗം. നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ. പക്ഷെ അന്നേരം നമ്മളിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അല്ല ചാരു? നിങ്ങൾക്കറിയാമോ? എന്നോട് മീറ്റയുടെ മേലുണ്ട്. എന്നോട്ട് ഇവറ്റ് എട്ടുണ്ട്. ഞാൻ കുനാഫ പിസ്താട്ടി ചോക്ലേറ്റ് തിന്നാണ്. ഇത് ഞാൻ ഇപ്പൊ കറച്ചത് കച്ചിന്റെ പൈസ. ഇത് കണ്ടോ, ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്? ഇതൊക്കെ നമ്മള് ഇവിടെയുള്ള കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇത് ദൈദ് എന്ന് പറയുന്ന സ്ഥലം. ഇത് അൽ ദൈദ്. ഇത് കുർഫുഖാനിലേക്ക് പോകുന്ന വഴിയാ. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ്. ഫാം ഉണ്ടാവും. ഫാമും കൃഷിയും എല്ലാം കൂടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടോ, ചുറ്റും കണ്ടോ? ചുറ്റും തന്നെ ചുറ്റും ഇവിടെ ഇരിക്കുന്നുണ്ട്. ചുറ്റും അതുണ്ടോ പ്രൈവറ്റ് ഫാമുകളുണ്ട്. ഒട്ടകങ്ങളും കുതിരകളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. കുറെ സംഭവമുണ്ട്. എനിക്ക് പേടിയാവാൻ സംഭവം കണ്ടിട്ട്. പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ടാവും കേട്ടോ. എത്ര ദൂരെ പോയി കഴിഞ്ഞാലും സ്റ്റേഷൻസ് ഉണ്ട്. പെട്രോൾ കിട്ടും, നമുക്ക് അത്യാവശ്യമുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ ഇന്നിപ്പോ മഴക്ക് ചാൻസ് ഉണ്ട്. നമ്മളെ പോകുന്ന ഏരിയയിൽ മഴയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ചിലപ്പോ നമ്മള് പോയിട്ട് നല്ല മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടു കേട്ടോ. ദുബായിക്ക് തിരിച്ചു വരാനൊക്കെ. ഇവിടുത്തെ മഴേന്റെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആലിപ്പഴമൊക്കെ ഉണ്ടാവും ഇതിന്റെ കൂടെ, മഴയുടെ കൂടെ. അപ്പോ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കൂടുതലും ഈ ഏരിയയിലല്ല, അല്ലൈൻ അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മള് ഈ ഇവിടെ പോകുന്ന റൂട്ടാട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ? അതിനാ ഇതൊക്കെ പാറയാണ് കേട്ടോ. കുറെയൊക്കെ പാറയാണ്. ഇവിടുന്നൊക്കെ ഈ കല്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ റോഡ് പണിക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നത്.
ഒത്തിരി കാല് വെള്ളത്തിന്റെ കളിയായിരിക്കും ആ ഏരിയയിലൊക്കെ, നമ്മൾ പോകുന്ന ഏരിയയിലൊക്കെ. നമ്മുടെ നാട് പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലങ്ങളാണ് അതൊക്കെ. ദുബായിൽ നിന്നൊക്കെ 125-130 കിലോമീറ്റർ ആണ് കേട്ടോ കുർഫുഖാനിലേക്ക്. സാധാരണ ഈ വിന്റർ സീസണിൽ കൂടുതൽ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത്. ക്യാമ്പിംഗ് ഉണ്ട്, അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ, ഫാമുകൾ, ഫുൾ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ടൈം എടുത്തിട്ട് പോകേണ്ട സ്ഥലമാണ്. നമ്മൾ മുന്നേ കുറേ വന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മക്കരൊക്കെ പിന്നെ തോടെ ഇതൊക്കെ ഉണ്ട്. നോക്കിയാ ഇവിടുത്തെ പാറകള് അല്ല ചാരു. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടക്കൊക്കെ ഉണ്ട്. ഒട്ടകൊക്കെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം അല്ലേ. പിന്നെ ഈ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ എവിടെ പോന്നേ? വെള്ളച്ചാട്ടം കാണാം. പിന്നെ ഒത്തിരി പാറക്കൂട്ടങ്ങളുണ്ടാ, എന്താ രസം നോക്കിയാ. അല്ലേ ആരോട്ടാ? ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി അത് നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അതിന്റെ എന്തോ ടെക്നോളജി പറയാനുണ്ട്. അതിന് കോൺക്രീറ്റ് ചെയ്യുന്ന, അത് സ്പ്രേ ചെയ്യുന്ന, കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന മെഷ് വെച്ചിട്ട് ഉള്ളിൽ അതിന്റെ നെറ്റിന്റെ മെഷ് ഇല്ലേ നമ്മുടെ, മെഷ് വെച്ചിട്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യും. നമ്മളിവിടെ കയറി നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ്. പിന്നെ പാടൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. മലനിരകൾ കണ്ടോന്നു അല്ലേ? മലകള് എന്ത് രസാന്നറിയാം ഇങ്ങോട്ട് വരാൻ. അറിയാം. അവരെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് രണ്ടും എനിക്ക് അറിയാം. എൻ്റെ ഫ്രണ്ട്സിന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ മഴ പെയ്തതിനാൽ ഇതിന്റെ ഈ താഴത്തെ കൂടെ അരുവികളുണ്ട് കേട്ടോ കുറെ. അതിലൂടെ വെള്ളം നല്ലോണം ഒഴുകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കാണണം എല്ലാരും കേട്ടോ, അല്ലേ? ബാക്കിലെന്താ ചാരുവിന് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നേ? ചാരുവിന് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നേ? ഇഷ്ട. അച്ഛനും ഇഷ്ട. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമുക്ക് മുന്നേ ചാനലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങനെ വീഡിയോ ഇടാറ് കുറവായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോ നിങ്ങള് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. നമുക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുമോ സ്ഥലം? ദുബായിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇത് 120 കിലോമീറ്റർ സ്പീഡിലാണ് റോഡ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ 95 പോകുന്നത്. ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല, സ്പീഡ് നമുക്ക് ഒരു ആവറേജ് സ്പീഡ് ചെയ്ത് പോവാം. ടൗണിലൊന്നും ഇങ്ങനെ പതിയൊന്നും ഓടിക്കാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പോവാം, വലിയ കുഴപ്പമില്ല. ഇതൊക്കെ എനിക്ക് തോന്നി മലകൾ ഇടിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് റോഡാക്കിയതാണ് അല്ലേ കാണുമ്പോ. ഈ ദെയ്ദ്, ദുബായിൽ ദെയ്ദ്, മലീഹ, മദ്ഹ, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ കൂടുതൽ ഫാം ഏരിയാസ് ഒക്കെയാണ്. ഇവിടെ ഫാമുകളുണ്ട് ഒത്തിരി. അത്തയും ഇതേപോലെ ഈ പറയുന്ന പോലെ അടിപൊളി സ്ഥലമാണ്. അവിടെ പോയ വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടുപോക്കിയാൽ അറിയാം. നമ്മളെ ചെറിയ വയലിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടിയത്. എൻ്റെ വീഡിയോ കാണണം നിങ്ങൾ. ഞാൻ ഇങ്ങനെ വട്ടാൻ പറയണേ, ചർമ്മോൾ ഇങ്ങനെ വട്ടാൻ പറയണേ, എന്തായാലും ഞാൻ വട്ടാൻ പറയൂടാ. അതന്നെ. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഫുജേറക്കുള്ള റോഡാണ് ഇത് കേട്ടോ.
ഫുജൈറ ഈ പറയുന്ന പോലെ കുറേ ഫാമുകളും ഗ്രീനറി ഉള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, ഒരു പനകൾ മാത്രമുള്ള ഒരു ഫാം പോലെ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. വണ്ടി ഇതിൽ താഴേക്കൊക്കെ പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് അവിടേക്കുള്ള വഴി കണ്ടെത്തി പോകണം. Everyone is tourist. This is me tourist. എന്താ? This is tourist. ദിസ് ഈസ് ട്രാവൽസോ? Yes, tourist is tourist. Tourist. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ. Tourist things. So, ഇത് നയന തണുപ്പാണോ ഇതാണോ മഞ്ഞാണോ? ആ, ഒരു മൂടൽ പോലെ ഇല്ലേ, നല്ല രസമില്ലേ കാണാൻ? ആ, വെയിലൊക്കെ പോയിട്ട് നമ്മൾ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല വെയിലായിരുന്നു. ആ, അച്ഛാ ഇന്ന് നമുക്ക് ടെന്റ് ചെയ്യാം. ചാരുവിന് ഭയങ്കര ഇഷ്ടാട്ടോ ടെൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ടെന്റ് ചെയ്യണം. ചാരു ചെറുതിൽ 1 വയസ്സുള്ളപ്പോൾ അല്ലേ, 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ചാരു ടെൻറ്റിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ ഈ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ കൂടുതലും മഴകൾ കിട്ടുന്ന സ്ഥലങ്ങളും കൂടിയാണ് ഈ കുർഫുഖാൻ ഏരിയ ഒക്കെ കേട്ടോ. ഇത് കണ്ടോ ടണൽ, നമ്മളെ അടൽ ടണലൊക്കെ പോലെ നമ്മുടെ ദുബായിലൊരു ടണലാണ് കേട്ടോ. റോഡ് ടണൽ, അൾട്രാ റോഡ് ടണൽ. ഭയങ്കര ആ, നല്ല രസാട്ടോ ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വലിയ ടണൽ വേറെ ഒന്നും കൂടി ഉണ്ട്, അതിൽ നമ്മൾ കയറും. ഇവിടെയാണ് ഷീസ് റെസ്റ്റ് ഏരിയ. ഓക്കെ, അതായത് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ, ഷീസ് പാർക്ക്. അതേപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട്, കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, പിന്നെ കുറച്ച് തിങ്സ് വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷീ റെസ്റ്റ് ഏരിയയിലേക്ക് കയറാൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, ഷീസ് റെസ്റ്റ് ഏരിയ. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്, ഫ്രൂട്ട്സ് കിട്ടും, എല്ലാം കിട്ടും ഇവിടെ. ഉണ്ടോ കളിപ്പാട്ടങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, എനിക്ക് കളിപ്പാട്ടൊന്നും വാങ്ങിച്ചിരുവാ, മറ്റേ ഇങ്ങനെ ചരനെ റോക്ക് ചാരനെ ചാവൊന്ന് വാങ്ങിച്ചിരുവാ. അതെ, എനിക്ക് ചാരൻ ചാവ് വാങ്ങിച്ചിരുവാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാരോടിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ എന്ന് വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ട്സാണ് കേട്ടോ, എല്ലാം കിട്ടുന്നതൊക്കെ ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ടാണ് ഉള്ളത്. കട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്, അല്ലാതെ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഞങ്ങൾക്ക് വാങ്ങിക്കട്ടോ. കട്ട് ഫ്രൂട്ട്സിന് എനിക്ക് വന്ന് ഒരു പാക്കിന് 7-8 അങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു ബോക്സിന് വരുന്നത്. ബോക്സ് ആയിട്ടല്ല, ഒരു ചെറിയൊരു പ്ലേറ്റിന് വരുന്നത് 7-8 ആ റേഞ്ചാണ് കേട്ടോ. നല്ല ഫ്രഷ് സാധനമാണ് ഇവിടെ. വന്നു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് വന്നവരുണ്ടെങ്കിൽ അറിയാമായിരിക്കും. നല്ല ഫ്രഷ് സാധനമാണ് കിട്ടുന്നത് കേട്ടോ. ഇവരെ പിന്നെ തേങ്ങയൊക്കെ പൂളി വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു അവിടെ. തേങ്ങ, ഇളനീൻ, പിന്നെ അതിലിടയ്ക്ക് ചാരോട്ടം പോയിട്ട് മാങ്ങയൊക്കെ സാമ്പിൾ അടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാമ്പിൾ അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്രേഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്, അങ്ങനെ എല്ലാ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ ഇവിടെ. ഫ്രഷാണ് എല്ലാം, നല്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഫ്രഷായിട്ട്. അവർ ഇതൊക്കെ കാണുന്നതൊക്കെ പേരൊക്കെ ഉണ്ടോ, എന്തൊക്കെയോ ടൈപ്പ് പേരാന്നൊക്കെ പറഞ്ഞു. പേര കളറുണ്ടോ, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്. What is it? Pamelo. Pamelo. Something like orange. Orange, but it's sweet. ായിട്ട് കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ദുബായ്ക്കാണെങ്കിൽ ദുബായ്ക്ക് ടേൺ ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ നേരെ പോയിട്ട് നമുക്ക് മറ്റേ റോഡ് പിടിക്കാം. നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും മെയിൻ റോഡിലേക്ക് കയറും.
അങ്ങനെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുർഫുഖാനിലേക്കാണ് ലെഫ്റ്റ് പോകേണ്ടത്. ഷാർജക്കാണെങ്കിൽ റൈറ്റ് പോയിട്ട് ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ മുകളിലേക്ക് പോവാം. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. തിരിച്ച് നമ്മൾ അടുത്ത ടണലിൽ കയറാൻ പോവാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ കുർഫുഖാനിലെത്തി കേട്ടോ. കുർഫുഖാനിൽ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് കുറേ പ്രാവും കൂട്ടങ്ങൾ ഇങ്ങനെ അവിടെ തീറ്റ എടുക്കുന്നുണ്ട്. അത് കണ്ട് അവിടെ ചാരൂട്ടിന് പ്രാവുകളെ ഓടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാരൂട്ടൻ പതുക്കെ പോകണ്ടാവും. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ പ്രാവെല്ലാം പറന്നുപോയി. പിന്നെ അതിന് ആ ഏരിയ തന്നെ വട്ടോട്ട് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചാരൂട്ടൻ പേടിച്ച് തലയൊക്കെ മടക്കി നിൽക്കുന്നുണ്ടോ. അത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഞങ്ങൾക്ക് വരേണ്ട സ്ഥലത്തെത്തി. ഇതാണ് ആ സ്ഥലം. എന്ത് രസമാണെന്നൊക്കെ ഇവിടെ കാണാനൊക്കെ. നമ്മുടെ നാട്ടിൽ പോലെ തമിഴ്നാട്ടിലൊക്കെ പോയ പോലെ ഇല്ലേ കാണാൻ. ചെറിയൊരു സിറ്റിയാണ് കേട്ടോ കുർഫുഖാൻ. ഇവിടെയുള്ള വീടുകളൊക്കെ പഴയ ആ ടൈപ്പ് വീടുകളാണ് ഒട്ടുമിക്കതും. ഹൈറ്റില്ലാത്ത ടൈപ്പ് വീടുകളാണ് കൂടുതലും ഉള്ളത് കേട്ടോ. പക്ഷെ രസമാണ് കാണാൻ. ഇതൊക്കെ നല്ല തോട്, നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ. ഇവിടെയുള്ളവർ പറഞ്ഞതാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷെ ഇവരൊക്കെ പറഞ്ഞതാണ്. ഇനി ഈ ഭാഗത്തുള്ള സ്ഥലങ്ങൾ കാണുന്ന വീഡിയോ കൂടിയുണ്ട്. അത് ഞങ്ങളൊരു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. എന്താ വെച്ചാൽ ഇത് മൊത്തം ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പാവും. അതുപോലെ ഇത് കൂടുതൽ ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ ഇടാം കേട്ടോ.